നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. ഇറാനെതിരായ US-ഇസ്രയേൽ യുദ്ധം തുടരുക തന്നെയാണ്. ഇറാനെതിരായ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്ന വിമാനങ്ങൾക്ക് സ്പെയിൻ വ്യോമാതിർത്തി നിഷേധിച്ചിരിക്കുകയാണ്. നേറ്റോ സഖ്യകക്ഷികളും US-ഉം തമ്മിലുള്ള ഉൾപ്പോരുകൾ പുറത്തേക്ക് വരുന്നതിന്റെ സൂചനയായി വിദഗ്ധർ ഇത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പശ്ചിമേഷ്യയിൽ പടരുന്ന യുദ്ധം അവസാനിപ്പിക്കാനുള്ള നിർണായക നയതന്ത്ര നീക്കത്തിന്റെ ഭാഗമായി അമേരിക്കയും ഇറാനും തമ്മിലുള്ള അർത്ഥവത്തായ ചർച്ചകൾക്ക് വേദിയൊരുക്കാൻ പാകിസ്ഥാൻ ഒരുങ്ങുന്നു. വരും ദിവസങ്ങളിൽ ഇസ്ലാമാബാദിൽ വെച്ച് ഇരുവിഭാഗങ്ങളെയും ചർച്ചയ്ക്കെത്തിക്കാനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത്. മേഖലയിലെ സംഘർഷത്തിന് ശാശ്വതമായ പരിഹാരം കാണുന്നതിനായി വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിൽ നേരിട്ടുള്ള ചർച്ചകൾ സുഗമമാക്കാൻ പാകിസ്ഥാൻ തയ്യാറാണെന്ന് പറഞ്ഞു. എന്നാൽ ഈ ചർച്ചകളിൽ പങ്കെടുക്കാൻ അമേരിക്കയോ ഇറാനോ ഔദ്യോഗിക സമ്മതം മൂളിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. തുർക്കിയും ഈജിപ്തും ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ, റഷ്യ പോലും യുദ്ധം അവസാനിപ്പിക്കാൻ വാഷിംഗ്ടണിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. എന്നാൽ ആരും നേരിട്ട് ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ എന്തുകൊണ്ട് പാകിസ്ഥാൻ എന്ന ചോദ്യം ബാക്കിയാകുന്നു. ഇതിനിടെ യുദ്ധത്തിന്റെ സാമ്പത്തിക ഭാരം വഹിക്കാൻ അറബ് രാജ്യങ്ങളുടെ സഹായം തേടാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആഗ്രഹിക്കുന്നുവെന്ന് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലീവിറ്റ് തിങ്കളാഴ്ച പറഞ്ഞിരുന്നു. യുദ്ധച്ചെലവ് വഹിക്കാൻ അറബ് രാജ്യങ്ങളുടെ സഹായം തേടാൻ ട്രംപ് താൽപ്പര്യപ്പെടുമെന്ന് ആണ് മാധ്യമപ്രവർത്തകരോട് സംസാരിച്ച കരോലിൻ ലീവിറ്റ് പറഞ്ഞത്. യുദ്ധം മൂലം എണ്ണവില കുത്തനെ ഉയരുകയും കര-വ്യോമ ആക്രമണങ്ങൾ രൂക്ഷമാവുകയും ചെയ്യുന്നു. ആണവായുധ പദ്ധതി ഉപേക്ഷിച്ചില്ലെങ്കിൽ ഇറാന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന് കർശന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അമേരിക്ക, ഇറാൻ, ഇസ്രയേൽ എന്നിവയുമായി ബന്ധപ്പെട്ട സംഘർഷം ഇപ്പോൾ ഒരു ആഗോള പ്രതിസന്ധിയുടെ രൂപമാണ് എടുത്തിരിക്കുന്നത്. എണ്ണവില കുത്തനെ ഉയരുകയും കര-വ്യോമ ആക്രമണങ്ങൾ രൂക്ഷമാവുകയും ചെയ്യുന്നുണ്ട്. ആണവായുധ പദ്ധതി ഉപേക്ഷിച്ചില്ലെങ്കിൽ ഇറാന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന് കർശന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തെക്കൻ ലെബനനിൽ 24 മണിക്കൂറിനുള്ളിൽ 3 UN സേനാംഗങ്ങളാണ് കൊല്ലപ്പെട്ടത്. എന്നാൽ ആരാണ് ഉത്തരവാദിയെന്ന് ഇതുവരെ വ്യക്തമാക്കിയിട്ടുമില്ല. ഇതിനിടെ ഇറാനിലെ സംഭവവികാസങ്ങൾ നോക്കുമ്പോൾ US-ന് ഇറാൻ അടുത്ത വിയറ്റ്നാം ആകുമോ എന്ന ഭയം US-നും ഇസ്രയേലിനും ഉണ്ട്. അന്ന് 20 വർഷം നീണ്ടുനിന്ന ഈ യുദ്ധത്തിൽ അമേരിക്ക തീരെ ചെറിയ രാജ്യമായ വിയറ്റ്നാമിനോട് തോറ്റുപോയിരുന്നു. അതേ നിലയിലാണ് ഇറാനിലും കാര്യങ്ങൾ പുരോഗമിക്കുന്നത്. 3 ദിവസത്തിനുള്ളിൽ തീരുമെന്ന് അമേരിക്ക കരുതിയ യുദ്ധം 1 മാസം പിന്നിടുകയാണ്. ഇറാന്റെ ചെറുത്തുനിൽപ്പാണ് അമേരിക്കയെ ഭയപ്പെടുത്തുന്നത്. മാത്രമല്ല, അമേരിക്കയ്ക്ക് ഇപ്പോൾ തന്നെ $200 കോടി നഷ്ടമുണ്ടായി എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. വെനസ്വേല പോലെ ചെവിക്ക് പിടിച്ച് തൂത്തെറിയാൻ പറ്റുന്ന ഒരു രാജ്യമല്ല ഇറാനെന്ന് യുദ്ധം 1 മാസം പിന്നിട്ടതോടെ US ഏതാണ്ട് മനസ്സിലാക്കിയിരിക്കുന്നു. മാത്രമല്ല, ഈ യുദ്ധത്തിൽ യൂറോപ്യൻ യൂണിയനും നാറ്റോ രാജ്യങ്ങളും ഇടപെടാൻ തയ്യാറില്ലാത്തതും അമേരിക്കയെ വലയ്ക്കുന്നുണ്ട്. മാത്രമല്ല, ഇറാനെ പരോക്ഷമായി റഷ്യയും ചൈനയും സഹായിക്കുന്നുമുണ്ട്. ഇറാന് വേണ്ട ആയുധങ്ങൾ ഭൂഗർഭ തുരങ്കങ്ങളിലൂടെ ചൈന എത്തിക്കുന്നതായാണ് പറയുന്നത്. ഇറാന്റെ മിസൈലുകളെ കൃത്യമായി US സൈനിക താവളങ്ങളിൽ എത്തിക്കുന്നത് റഷ്യയുടെ GPS സഹായത്തോടെയാണ് എന്നും പറയപ്പെടുന്നു. ഇതുകൂടാതെ ഫെബ്രുവരി 28-ന് യുദ്ധം ആരംഭിച്ചതിനു ശേഷം US-ഉമായി നേരിട്ടോ അല്ലാതെയോ ചർച്ചകളിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്ന അവകാശവാദത്തെ ഇറാൻ ശക്തമായി തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ചർച്ചകൾ വളരെ നന്നായി പുരോഗമിക്കുന്നു എന്ന വാഷിംഗ്ടന്റെ ആവർത്തിച്ചുള്ള പ്രസ്താവനകൾക്ക് വിരുദ്ധമാണ് ഇറാൻ പറയുന്നത്. ഇതിനിടെ ഇറാൻ ചെറുത്തുനിൽപ്പ് തുടരുകയാണെങ്കിൽ അമേരിക്ക ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ അണുബോംബിട്ടേക്കുമെന്ന ആശങ്കയും പരക്കുന്നു. ഇതോടെ ലോകമാകെ ആശങ്ക പരന്നിരിക്കുകയാണ്. കാരണം ടെഹ്റാൻ ഒരു മരുഭൂമിയല്ല, ഏകദേശം 10 ദശലക്ഷം ആളുകളെങ്കിലും തിങ്ങിപ്പാർക്കുന്ന നഗരമാണ്. അവിടെ അണുബോംബ് വീണാലുള്ള ദുരന്തം ആലോചിക്കാനേ വയ്യ. അങ്ങനെ ബോംബിട്ടാൽ അത് ഇറാന് മാത്രമല്ല ഗൾഫ് രാജ്യങ്ങൾക്കും ആണവ വികിരണം മൂലം ദോഷമായി ഭവിക്കും. ഇതുകൂടാതെ വിജയിക്കാതെ തലയൂരിയാൽ നാണക്കേടാകുമെന്ന് ഭയന്ന് അമേരിക്ക കൂടുതൽ കപ്പൽപ്പടയെ ഇറാനിലേക്ക് കൊണ്ടുവരികയാണ്. കരയുദ്ധത്തിലൂടെ ഇറാനെ കീഴ്പ്പെടുത്താനും ഖാർഗ് ദ്വീപ് പിടിച്ചെടുക്കാനും അമേരിക്കയ്ക്ക് പദ്ധതിയുണ്ടെന്ന് പറയുന്നു. US സെൻട്രൽ കമാൻഡിന്റെ കണക്കനുസരിച്ച് 31ാമത് മറൈൻ എക്സ്പീഡിഷണറി യൂണിറ്റിൽ നിന്നുള്ള 3500 നാവികരെയും മറൈൻമാരെയും വഹിച്ചുകൊണ്ട് USS ട്രിപ്പോളി സമീപ ആഴ്ചകളിൽ എത്തിയിരുന്നു. ഇതുവരെ 2500 മറൈനുകൾ ഉൾപ്പെടെ 5000 യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സൈനികർ പശ്ചിമേഷ്യയിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. ഇറാനെതിരെ കര ആക്രമണം നടത്താൻ അമേരിക്കൻ കമാൻഡർ ഇൻ ചീഫിന്റെ അനുമതിക്കായി കാത്തിരിക്കുകയാണ് ഇവർ. ഗൾഫിലുടനീളം ഇറാനിയൻ ആക്രമണം തുടരുക തന്നെയാണ്. അബുദാബിയിലെ ഒരു പ്രധാന അലുമിനിയം പ്ലാന്റിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റതായും
കാര്യമായ നാശനഷ്ടങ്ങളുണ്ടായി എന്നും UAE അറിയിച്ചിരുന്നു. ഓപ്പറേറ്ററായ എമിറേറ്റ്സ് ഗ്ലോബൽ അലുമിനിയം റിപ്പോർട്ട് ചെയ്തതാണ് ഇത്. ഒമാന്റെ തെക്കൻ തുറമുഖമായ സലാലയിൽ ഡ്രോൺ ആക്രമണത്തിൽ വിദേശ തൊഴിലാളിക്ക് പരിക്കേറ്റതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. 15 ഡ്രോണുകളുടെ ആക്രമണത്തെ തുടർന്ന് കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ റഡാർ സംവിധാനത്തിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചതായി കുവൈറ്റ് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. സൗദി അറേബ്യയിലെ പ്രിൻസ് സുൽത്താൻ വ്യോമതാവളത്തിൽ നിലയുറപ്പിച്ച ഒരു അമേരിക്കൻ E-3 സെൻട്രി AWACS ശനിയാഴ്ച ഇറാനിയൻ മിസൈൽ ആക്രമണത്തിൽ തകർന്നു. 1 ഡസനിലധികം US ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റതായി ടെഹ്റാൻ സർക്കാർ ഉടമസ്ഥതയിലുള്ള പ്രസ് TV റിപ്പോർട്ട് ചെയ്തു. വിമാനത്തിന്റെയും അവശിഷ്ടങ്ങളുടെയും ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടു. 810005 എന്ന സീരിയൽ നമ്പർ വഹിക്കുന്ന സെൻട്രി ബേസിൽ സൂക്ഷിച്ചിരുന്ന നിരവധി US വിമാനങ്ങൾ ഒന്നായിരുന്നു. ഇറാൻ 6 ബാലിസ്റ്റിക് മിസൈലുകളും 29 ഡ്രോണുകളും ഈ കേന്ദ്രത്തിലേക്ക് പ്രയോഗിച്ചു. കുറഞ്ഞത് 15 സൈനികർക്കെങ്കിലും പരിക്കേറ്റു. ഇതിൽ 5 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇറാനിലെ മഷദ് വിമാനത്താവളത്തിൽ തിങ്കളാഴ്ച US-ഉം ഇസ്രയേലും നടത്തിയ വ്യോമാക്രമണത്തിൽ മഹാൻ എയർ വിമാനത്തിന് കേടുപാടുകൾ സംഭവിച്ചു. ഇത് ഇന്ത്യയിൽ നിന്നുള്ള മരുന്നുകൾ അടക്കമുള്ള സഹായങ്ങൾ എത്തിക്കാനായി ഷെഡ്യൂൾ ചെയ്ത വിമാനമായിരുന്നുവെന്ന് ഇറാനിയൻ ഉദ്യോഗസ്ഥർ അവകാശപ്പെട്ടു. ഈ ആഴ്ച ഈ വിമാനം മെഡിക്കൽ സാമഗ്രികളും ഇറാനിയൻ ജനങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളും ശേഖരിക്കാൻ ഡൽഹിയിലേക്ക് പറക്കേണ്ടതായിരുന്നു എന്ന് ഇറാനിയൻ ഉദ്യോഗസ്ഥർ പറയുന്നു. സംഭവത്തോട് അമേരിക്കൻ ഉദ്യോഗസ്ഥർ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. നിരവധി രാജ്യങ്ങളിൽ നിന്ന് ഇറാനിലേക്ക് മരുന്നും വൈദ്യോപകരണങ്ങളും എത്തിച്ചിരുന്ന ഇറാനിയൻ യാത്രാ വിമാനത്തിനു നേരെ ഇസ്രയേലി അമേരിക്കൻ ആക്രമണം നടന്നുവെന്നും ഇറാന്റെ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ ഈ നടപടിയെ ശക്തമായി അപലപിച്ചുവെന്നും പ്രസ്താവനയിൽ പറയുന്നു. ഇത്തരം വിമാനങ്ങളെ ലക്ഷ്യമിടുന്നത് അന്താരാഷ്ട്ര വ്യോമയാന ചട്ടങ്ങളുടെ ലംഘനമാണെന്നും മാനുഷിക നിയമങ്ങളുടെ തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്നും ഓർഗനൈസേഷന്റെ പ്രസ്താവന ഊന്നി പറഞ്ഞിട്ടുണ്ട്. മഷദ് വിമാനത്താവളത്തിൽ US നടത്തിയ ആക്രമണത്തിലാണ് വിമാനത്തിന് കേടുപാടുകൾ സംഭവിച്ചത്. വിമാനം ഏപ്രിൽ 1 ഡൽഹിയിലേക്ക് പോകാനിരിക്കുന്നതായാണ് റിപ്പോർട്ട്. മാർച്ച് 18 ഇറാനിയൻ റെഡ് ക്രസന്റ് സൊസൈറ്റി വഴി ഇന്ത്യ മെഡിക്കൽ സഹായം ഇറാനിലേക്ക് അയച്ചിരുന്നു. ഡൽഹിയിലെ ഇറാനിയൻ എംബസിയുടെ സഹായത്തിന് നന്ദി അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതിനിടെ 2 വള്ളങ്ങളിലും കാലുവയ്ക്കുകയാണ് പാകിസ്ഥാൻ. ഇസ്ലാമാബാദിന്റെ മധ്യസ്ഥ പങ്കിൽ അമേരിക്കയും ഇറാനും വിശ്വാസം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്ന് പാകിസ്ഥാൻ പറഞ്ഞു. വരും ദിവസങ്ങളിൽ ചർച്ചകൾ പ്രതീക്ഷിക്കുന്നു എന്നും വ്യക്തമാക്കി. എന്നാൽ ഇറാൻ ഇത് നിഷേധിക്കുകയും ചെയ്തു. പാകിസ്ഥാനെതിരെ 2 ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഇതിനു പ്രകാരം പാകിസ്ഥാൻ തങ്ങളുടെ ആണവ പദ്ധതിയിൽ നിന്ന് ഏകദേശം 600-900 സെൻട്രിഫ്യൂജുകൾ ഇറാന് നൽകിയതായി US വ്യോമശക്തി വിദഗ്ധൻ റോബർട്ട് പാപ്പെ പറഞ്ഞു. ഇതോടൊപ്പം തന്നെ പുറത്തുവരുന്ന മറ്റൊരു അഭ്യൂഹമാണ് പാകിസ്ഥാൻ സൈന്യം ആണവായുധങ്ങൾ വിൽക്കുന്നു എന്നത്. പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീർ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി പണത്തിനും മറ്റ് ആനുകൂല്യങ്ങൾക്കും പകരമായി തങ്ങളുടെ ചില പ്രധാനപ്പെട്ട ആണവായുധങ്ങൾ അമേരിക്കയ്ക്ക് കൈമാറാൻ കരാറിൽ എത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു. സൗദി അറേബ്യയുടെ പ്രതിരോധത്തിനായി താൽക്കാലികമായി ഈ ആണവായുധങ്ങൾ നൽകാൻ അമേരിക്കക്കാർ പദ്ധതിയിടുന്നുണ്ട് എന്നാണ് വിവരം. എന്നാൽ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. അമേരിക്കയോ പാകിസ്ഥാനോ ഇതിനെക്കുറിച്ചൊന്നും മിണ്ടിയിട്ടുമില്ല. 2015 സെപ്റ്റംബർ 17 സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിൽ തന്ത്രപ്രധാനമായ പരസ്പര പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചിരുന്നു. റിയാദിലെ അൽ യമാമ കൊട്ടാരത്തിൽ വെച്ച് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനും പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും ചേർന്നാണ് ഒപ്പിട്ടത്. കരാർ പ്രകാരം ഇരു രാജ്യങ്ങളിൽ ഒന്നിനു നേരെ ഉണ്ടാകുന്ന ഏതൊരു ബാഹ്യ ആക്രമണവും തങ്ങൾക്ക് നേരെയുള്ള ആക്രമണവുമായി കണക്കാക്കുമെന്ന് സൗദി പ്രസ് ഏജൻസി വ്യക്തമാക്കി. ആണവായുധ ശേഷിയുള്ള പാകിസ്ഥാന്റെ സുരക്ഷാ കവചം സൗദിക്ക് ലഭിക്കുമെന്ന സൂചന ഈ കരാറിലുണ്ട്. ഇത് മേഖലയിലെ പ്രതിരോധ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നു. ഗൾഫ് മേഖലയിൽ ഇറാൻ ഉയർത്തുന്ന ഭീഷണികൾക്കിടയിൽ സൗദിക്ക് നൽകുന്ന സുരക്ഷാ ഉറപ്പാണ് ഇത്. മലയാളി വാർത്ത പ്ലസ്.